സെക്കൻഡുകൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയെ കാണാതായത് കണ്ടിട്ട് മിത്രയ്ക്ക് ആകെ പേടിയാവും. ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിൽ മരണം നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഏരിയയിൽ എപ്പോഴും പോലീസുകാരുണ്ടാവും. അതിലൊരു പോലീസുകാരൻ അവളെ വിളിച്ചതിന് ശേഷം പറയും രാത്രി ആ ഏരിയ അത്ര സേഫ് അല്ലെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാനും. അപ്പോഴേക്കും അവളുടെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് വന്ന് അവളെ കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ ഈ മിത്രയുടെ ഫ്രണ്ടിന്റെ കൂടെ അവളുടെ പരിചയത്തിലുള്ള ഒരാൾ കൂടെ ഉണ്ടാവും. അയാളാണെങ്കിൽ ഈ പാരനോർമൽ ആക്ടിവിറ്റീസിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. മിത്ര ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് വീടിനകത്തേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ അവൻ അവളോട് ചോദിക്കും മിത്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. പക്ഷെ അവൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അന്ന് രാത്രി തന്നെ മിത്ര റൂമിലിരുന്ന് തന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ എല്ലാം കറണ്ട് പോകും. പെട്ടെന്ന് എന്താ പറ്റിയെന്നറിയാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കേട്ട അതേ കരച്ചില് അവളുടെ വീടിന്റെ അപ്സ്റ്റെയർ നിന്ന്, അതായത് ആ പെണ്ണിന്റെ റൂമിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. കാര്യം അറിയാൻ വേണ്ടി അവൾ മുകളിലേക്ക് കയറി പോവുമെങ്കിലും മുറിയുടെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും കറണ്ട് എല്ലാം വരും. അടുത്ത ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് റൂംമേറ്റിന്റെ നെറ്റിയിൽ വലിയൊരു മുറി. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ തട്ടി വീണു എന്നാ പറയാം. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി മിത്ര റെഡിയായി വരുന്ന സമയത്ത് ഇവളെ കാണുന്നുണ്ടാവില്ല. റൂമിൽ പോയി നോക്കുന്ന സമയത്ത് നെറ്റിയിൽ വലിയൊരു മുറിയായിട്ട് അവൾ ബോധം കെട്ട് കിടക്കുകയായിരിക്കും. അങ്ങനെ ഡോക്ടറെ എല്ലാം വിളിച്ച് മുറിവെല്ലാം കെട്ടി ആ മുറിവ് മാറുന്നവരെ അവളെ മിത്ര നോക്കും. പയ്യെ പയ്യെ ആ പെണ്ണിന്റെ ക്യാരക്ടറും മാറും. അങ്ങനെ ഒന്ന് ആശ്വാസമായിട്ട് വരുമ്പോഴാണ് അവള് പോകുന്ന എല്ലാ സ്ഥലത്തും പല പല പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ അവൾ കാണാൻ തുടങ്ങുക.